കട്ടപ്പന ആനവിലാസം റോഡിൽ വൻ മാലിന്യ നിക്ഷേപം. പാതയോരത്ത് കെട്ടിക്കിടന്നിരുന്ന മാലിന്യം നഗരസഭ ആരോഗ്യ വിഭാഗം നീക്കം ചെയ്തു. മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ തെളിവുകൾ ലഭിച്ചതായും കർശന നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അടിമാലി കുമ്മളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ആനവിലാസം റോഡിലാണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുന്നത്. വള്ളക്കടവിന് ശേഷം പ്രധാന റോഡിൽ നിന്ന് കടമാക്കുഴിയിലേക്ക് തിരിയുന്ന ഭാഗത്താണ് വൻതോതിൽ മാലിന്യം തള്ളിയത്. വാഹനത്തിലെത്തി ചാക്ക് കെട്ടുകളിലായിട്ടാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. പാതയോരത്ത് മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥിതിയുണ്ട്. നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി മാലിന്യം നീക്കം ചെയ്തു. ഇതോടൊപ്പം മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ തെളിവുകൾ ലഭിച്ചതായും കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻ സുരിയക് പറഞ്ഞു. ഒരു വിജനമായ പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിരന്തരമായി കൊണ്ടുവന്ന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 1-2 ആളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് നമ്മൾ നിയമാനുസൃതമായിട്ട് പിഴ ചുമത്തി നോട്ടീസ് കൊടുക്കുക. ഏതായാലും കർക്കശമായ നിലപാടുകളുമായിട്ട് നഗരസഭ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും ഇത് ആളുകളെ ബോധവൽക്കരിച്ചും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയും നിയമാനുസൃത നടപടി സ്വീകരിച്ചും മുമ്പോട്ട് പോകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ട് നിക്ഷേപിക്കും. ഒരു സ്ഥലം നമ്മൾ ഒഴിവാക്കി വരുമ്പോൾ അടുത്ത സ്ഥലത്ത് നിക്ഷേപിക്കുന്ന രീതി വളർന്നു വരികയാണ്. ഇപ്പോൾ മാലിന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത സാഹചര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചെടുക്കുന്നുണ്ട്. ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംസ്കരണ സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെയും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരെ തികച്ചും സാമൂഹ്യ വിരുദ്ധരായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. ഇത്തരക്കാർക്കെതിരെ കർക്കശമായ നിയമ നടപടികളുമായി നഗരസഭ മുമ്പോട്ട് പോകും. ഇതിപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്ത ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഒരു ചവർ പോയിന്റ് ഉണ്ടായിരുന്നു, ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആ മാലിന്യങ്ങൾ നമ്മൾ നഗരസഭയുടെ നേതൃത്വം മാറ്റി അവിടെ ബോർഡ് സ്ഥാപിച്ചു. അവിടെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം നൽകി. ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശത്ത് കുട്ടികളുടെ നാപ്കിൻ അടക്കമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത്. നാളുകളായി മേഖലയിൽ മാലിന്യ നിക്ഷേപം തുടരുന്നതായും പരാതിയുണ്ട്. പാതയോരത്തെ മാലിന്യ നിക്ഷേപം തടയാൻ CCTV ക്യാമറയടക്കം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ.